അല്ല ഗേസ്, അപ്പം നമ്മൾ ഇന്ന് മാങ്ങാപ്പഴം കറി വെക്കാനാണ് പോകുന്നത്. മാങ്ങാപ്പഴം എങ്ങനെ കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് കുഞ്ഞു മാങ്ങയാണ് നല്ലത് ഇങ്ങനെ വെക്കാൻ. അപ്പം കുഞ്ഞു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിങ്ങനെ അതിൻ്റെ കളഞ്ഞെടുക്കണം. അതിലേക്ക് പച്ചമുളകും സവോളയും ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മളത് വേവിക്കണം. കുറച്ച് നേരം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേകാൻ വെക്കണം. നമ്മളിപ്പോൾ അത് വേകാനായിട്ട് വെച്ചേക്കുവാണ്. ഇനി അത് കുറച്ച് നേരം എടുത്ത് വെന്ത് വരണം. അപ്പം നമുക്ക് അത് വേകുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ തേങ്ങ അതിൻ്റെ അരപ്പ് അരയ്ക്കാം. അതിന് തേങ്ങയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ടിട്ടാണ് നമ്മളത് അരയ്ക്കാൻ പോകുന്നത്. ഉപ്പ് നമ്മൾ മാങ്ങയിൽ ഇട്ടുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പം ഇത് മൂന്നും ഇട്ട് ഇനിയിപ്പോൾ ജീരകവും കൂടി ഇട്ടിട്ട് നമ്മൾ അരയ്ക്കാനായിട്ട് നമ്മൾ തുടങ്ങുവാണേ. നമ്മളത് അരച്ചു. അപ്പം നമ്മുടെ മാങ്ങ നേരത്തെ വേഗം വെച്ചിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കണം. അരപ്പ് നമ്മൾ ഒഴിച്ചു നിന്ന് നല്ലപോലെ ഇളക്കണം. ഇനിയിപ്പം നമ്മൾക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അപ്പം നമ്മളുടെ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വെച്ചേക്കുവാണ്. എണ്ണ ചൂടായി കടുകിട്ടു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കുറേ കടുകൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലയും ഇനി നമുക്ക് ചുമന്നുള്ളി ഇടാം. ചുമന്നുള്ളി ഇട്ട് കരിവേപ്പില ഇട്ട് അത് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം നമുക്ക് തിളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ശരിയാകും. നല്ലപോലെ നമുക്ക് തിളക്കി കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് നമുക്കിത് ഒഴിക്കണം. നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് നമ്മളിത് കടുകെല്ലാം ഇതാക്കിയിട്ട് ഒഴിക്കുകയാണ്. നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ആദ്യം ഇട്ടായിരുന്നല്ലോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കണേ. ഇപ്പം നമുക്ക് ഉപ്പുണ്ട്. മാങ്ങയൊക്കെ കിടക്കും. നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റിയുടെ കുറവ് കൊണ്ടാണ് നല്ല കളർ കിട്ടാത്തത്. കുറച്ച് സൂം ആക്കിയപ്പോൾ കുറച്ചും കൂടെ കളറുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.